ആമേൻ ആമേൻ. ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലത്തെ സെക്ഷൻ ഞങ്ങൾക്ക് ഒരുമിച്ച് അനുഭവിച്ചറിയുവാൻ, ദൈവത്തിന്റെ ദൂതുകളെ കേൾക്കുവാൻ ദൈവത്തിനോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യയിൽ ഒരു പുതിയ മിഷൻ സ്റ്റേഷൻ ഈ ദേശത്ത് പ്രാർത്ഥിച്ചാരംഭിക്കുവാൻ പ്രിയ കർത്താവിന്റെ ദാസന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ ദൈവം ഈ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസന്റെ മോൻവാസിക്കായി സ്തോത്രം. പ്രത്യേകിച്ച് ആരാധന ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന सपने छोड़ा पर तू आया मेरे जीवन में, लेके खुशियाँ लेके प्यार। ആരാധനയിൽ ഇവിടുത്തെ അന്ധകാര ശക്തികൾ ഇളകും. ദൈവത്തിന് നന്ദി പറയാം. ഈ പട്ടണത്തിന് നടുവിൽ ഇങ്ങനെ ഒരു മിനിസ്ട്രിക്ക് അദ്ദേഹം ആരംഭം കുറിക്കുമ്പോൾ, നാം ഒരുമിച്ച് ചേർന്ന് ആ മിനിസ്ട്രിയെ വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ദൈവം ഈ പട്ടണത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യുവാനിടയായിട്ടുണ്ട്. ഇസ്രായേൽ എന്നൊരു സമൂഹത്തെ മിസ്രയീമിൽ നിന്ന് ദൈവം പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് ദൈവം ഒരു മോശയെ ഒരുക്കുവാനിടയായി. അങ്ങനെയെങ്കിൽ ഈ പട്ടണത്തിൽ ദൈവം ഒരു ജനതയെ ഒരുക്കുന്നതിന് മുമ്പ് പ്രിയ കർത്താവിന്റെ ദാസനെ ഈ പട്ടണത്തിൽ എഴുന്നേൽപ്പിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. ഈ മീറ്റിംഗിൽ ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കുവാനിടയായിത്തീരും. ഈ പട്ടണത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കുവാനിടയായിത്തീരും. രാത്രി നാം ഒരുമിച്ച് പാടുമ്പോൾ, ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം വൻകാര്യങ്ങളെ ഈ രാത്രി നമ്മുടെ നടുവിൽ ചെയ്യുവാനിടയായിത്തീരും. വർഷത്തിന്റെ മഹത്വപ്പെടുത്തുന്ന മധുരങ്ങളുള്ളവരെല്ലാവരും ശബ്ദങ്ങളെ തുറന്ന്, രണ്ടോ മൂന്നോ പേർ കേൾക്കെ ശബ്ദങ്ങളെ തുറന്ന്, യേശുവേ ഞങ്ങൾ അങ്ങേയല്ലാതെ വേറെ ഇതിന്റെ നടുവിൽ ആരും ഉയരട്ടെ, യേശുവിന്റെ നാമം ഉയരട്ടെ. വേറെ ഇതിന്റെ നടുവിൽ വേറെ ഒന്നും ഉയരണ്ട, ആരുടെയും കഴിവുകൾ ഉയരണ്ട, ആരുടെയും ബുദ്ധി ഉയരണ്ട. യേശു ഉയരട്ടെ, അങ്ങ് ഉയരട്ടെ, പിതാവ് ഉയരട്ടെ, പുത്രൻ മഹത്വപ്പെടട്ടെ, പരിശുദ്ധാത്മാവിന്റെ ചലനം ഞങ്ങളുടെ നടുവിൽ ഉണ്ടാകട്ടെ. ചില മിനിറ്റുകൾ ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ കർത്താവെ മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളെ ഇതിന്റെ നടുവിൽ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തരണം. കർത്താവെ ഞങ്ങളെല്ലാവരും അന്ത്യകാലഘട്ടത്തിലേക്ക് അടുത്തു വന്നിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിന്റെ വലിയ ഔട്ട്പോറിംഗ് ഇതിന്റെ നടുവിൽ
ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് ഹൃദയങ്ങളെ തുറന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, മനുഷ്യന്റെ മുഖം കണ്ടു, പലരുടെയും വേദികൾ ഞങ്ങൾ കണ്ടു, ഒരു ചലനവും കണ്ടിട്ടില്ല. എന്നാൽ ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവത്തിന്റെ മുഖം കാണുന്ന ഒരു അനുഭവം, ദൈവത്തിന്റെ മഹത്വം കാണുന്ന അനുഭവങ്ങളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ നടുവിൽ തുറന്നു തരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹൃദയത്തിൻ വാതിൽ തുറക്കാം യേശുവേ, ജീവനാഥനായ ഉള്ളത്തിൽ യേശുവേ, ഹൃദയത്തിൻ വാതിൽ തുറക്കാം യേശുവേ, ജീവനാഥനായ ഉള്ളത്തിൽ യേശുവേ, നീ മാത്രമാണ്, അങ്ങല്ലാതെ വേറെ ആശ്രയമില്ല. രക്ഷകനേ, നിന്നിൽ അഭയം ചൊല്ലുന്നേ, എൻ കർത്താവേ, നീ മാത്രമാശ്രയം. യേശു വന്നിട്ടുണ്ട്, എന്നവസ്ഥയെ മാറ്റാൻ എന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട്, എന്നവസ്ഥയെ മാറ്റാൻ എന്നും ജീവിക്കുന്നു യേശുവേ. ശബ്ദം കേൾക്കുന്നു യേശു മാത്രം, യേശു എൻ കണ്ണുനീർ കടന്നു പോകാത്തോ യേശുവേ, അങ്ങ് മാത്രം, യേശു ശബ്ദം കേൾക്കുന്നു യേശു ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട്, എന്നവസ്ഥയെ മാറ്റാൻ എന്നും ജീവിക്കുന്നു യേശുവേ. യേശു, എല്ലാ ശബ്ദങ്ങളെ തുറന്ന് അവനെ ആരാധിക്കുക, പുത്രന്റെ നാമത്തെ ഉയർത്തുക. എവിടെയാണ് സ്വർഗം ചലിക്കുന്നത്, എവിടെയാണ് പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നത്, അവന്റെ നാമം എവിടെ
വായിച്ചപ്പോൾ ഞാൻ വായിപ്പിക്കുന്നില്ല. സദൃശവാക്യം 19:21 ഇങ്ങനെ ഒരു വാക്യമുണ്ട്. അതിനെ ഞാൻ മറ്റ് 2 ട്രാൻസ്ലേഷനിൽ ഇരുന്ന് ഞാൻ വായിച്ചപ്പോൾ ഒരു കാര്യം, അതിനകത്തൊരു കണ്ടന്റ് ഇങ്ങനെയാണ്: നിന്റെ മനുഷ്യന്റെ ഹൃദയത്തിൽ പല ആഗ്രഹങ്ങളുണ്ട്, എന്നാൽ നടപ്പിലാക്കുന്നത് ദൈവമാണ്. ഒരു ട്രാൻസ്ലേഷൻ അങ്ങനെ കിടക്കുന്നത്. മറ്റൊരു ട്രാൻസ്ലേഷൻ പറയുന്ന മനുഷ്യർക്ക് എല്ലാവർക്കും പലതരം ചിന്തകളുണ്ട്, എന്നാൽ അത് നടപ്പിലാകുന്ന ദൈവത്തിന്റെ ഉദ്ദേശമാണ്. എത്ര പേർക്ക് അത് മനസ്സിലായിട്ടുണ്ട്? കർത്താവിന്റെ ദാസൻ മുഖാന്തരം ഇങ്ങനെ ഈ ദേശത്തിന്റെ ഈ ഭാഗത്ത് വരാൻ ഇടയായെങ്കിൽ ഇന്ന് പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ കൂട്ടായ്മ ഈ ദേശത്തിൽ വലിയൊരു അനുഗ്രഹമായി തീരും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വേദപുസ്തകത്തിൽ മറ്റൊരു ഭാഗം കണക്ട് ചെയ്ത് നമ്മുടെ മിഷനും പറഞ്ഞ് ചുരുക്കത്തിലിരിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. വേദപുസ്തകത്തിൽ നാം പലതവണ വായിച്ച് കേട്ടറിഞ്ഞും പലപ്പോഴും പ്രബോധനങ്ങളായോ അല്ലെങ്കിൽ നല്ല ആത്മീയ ചിന്തകളായോ നാം കേട്ട ഭാഗങ്ങളാണ്. സ്തോത്രം. ഒരു ദേശത്ത് ഒരു നദി ഉണ്ടായിരുന്നു. ആ നദി മുഖാന്തരം ആ ദേശത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് അഭിഷക്തനായ ഒരു മനുഷ്യനെ ദൈവം വിളിച്ചു വേർതിരിച്ചിറക്കിയ നാളിൽ അവന്റെ മേൽ അഭിഷേകം ഉണ്ടെന്ന് ദേശത്തിലുള്ളവർ മനസ്സിലാക്കിയപ്പോൾ അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്: ഈ ദേശത്തിലെ നദി ഗർഭനാശമുള്ളതാണ്, ഇത് വലിയ ദോഷമുണ്ടാക്കുന്നത് കാര്യമാണ്. എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയ ഒരു വലിയൊരു ചിന്ത ഇങ്ങനെയാണ്: ഒരു ദേശം, ഒരു ഭൂമി നശിച്ചു പോകണമെങ്കിൽ വെള്ളം പൊങ്ങിയാൽ മതി. ആ ദേശത്തിലെ വെള്ളം വളരെ മോശമാണെങ്കിൽ ആ ദേശം നശിച്ചു പോകാൻ എളുപ്പമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ സംഘടനയുടെ കീഴിൽ ദൈവരാജ്യത്തെ ഉയർത്തുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമാണ്: നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം കൊണ്ട്, നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന നിയോഗങ്ങളെ കൊണ്ട്, നമ്മുടെ മേൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളെ കൊണ്ട് അവൻ ഗർഭനാശമായിരിക്കുന്ന വെള്ളത്തെ ശുദ്ധീകരിച്ചെടുക്കുന്ന ഒരു ആത്മഫലങ്ങളിലേക്കാണ് നാം കടന്നു പോകുന്നത്. ചോദ്യം പലതാണ്. നമ്മുടെ മിഷൻ എന്തായിരുന്നു? 50 വർഷങ്ങൾക്ക് മുൻപ് സ്തോത്രം കേരളത്തിന്റെ കരയിൽ സുവിശേഷം കണ്ട് രക്ഷിക്കപ്പെട്ട പ്രിയപ്പെട്ട വി.എ. തമ്പിച്ചായൻ തനിക്ക് ദൈവം കൊടുത്ത ഒരു ദർശനവുമാണ് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് എന്നുള്ള പ്രസ്ഥാനം ഉടലെടുക്കുന്നത്. ആ പ്രസ്ഥാനം ഉടലെടുത്തത് മറ്റു പല പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ തന്നെയാണ്. ആ പ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാട് ഈ മണ്ണിൽ കൊണ്ടുവരുവാൻ ദൈവത്തിന് ഞങ്ങളിൽ ഒരു നിയോഗം തോന്നി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ്. ഇന്ന് എത്ര പേർ ഇതിനകത്ത് ഞങ്ങളോടൊപ്പം അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? അതല്ല എനിക്ക് കേൾക്കേണ്ടത്. ഞങ്ങളുടെ കൂടെ സ്തോത്രം വിശ്വസിക്കാൻ പാസ്റ്റർ ഞങ്ങളും തയ്യാറാണ്. ആ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അത്തരത്തിലൊരു ആത്മീയ കാഴ്ചപ്പാടുള്ളവരൊക്കെ കർത്താവിന് സ്തുതി കൊടുത്തേ. സ്തോത്രം. അങ്ങനെ വേദമിച്ചാന് കൊടുത്ത ദർശനം അതിങ്ങനെ കാലത്തിന് ഓരോ ഘട്ടങ്ങൾ അനുസരിച്ച് 5 ദശകങ്ങൾക്ക് മുമ്പ് ലഭിച്ച ആത്മീയ കാഴ്ചപ്പാടുകൾ കേരളത്തിന്റെ വിവിധ മണ്ണുകളിലൂടെ പിന്നീട് വടക്കേ ഇന്ത്യയിലേക്കും പല രാജ്യങ്ങളിലേക്ക് എത്തി അവസാനം UK ആൻഡ് യൂറോപ്പ് എന്ന് പറയുന്ന റീജിയന്റെ ഒരു ഭാഗം കൂടി അവസാനം എത്തിയിരിക്കുകയാണ്. ഏകദേശം 4000-ൽ പരം സഭകൾ മൊത്തത്തിലുണ്ട്. നമുക്ക് പറയാൻ ഇന്ത്യയിൽ തന്നെ കർത്താവ് അടുത്തൊരു തലത്തിൽ ഈ ദേശത്തിൽ കണ്ടതിന്റെ പിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ദേശത്തിൽ മലിനമാക്കപ്പെട്ടു പോയ സാഹചര്യങ്ങളുണ്ട്. അതിനകത്ത് ആത്മാവിന്റെ ചലനത്തോടുകൂടി, ആത്മാവിന്റെ ശുശ്രൂഷയോടുകൂടി നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന നിയോഗത്തെ കൊണ്ട് ഈ ദേശത്തിന്റെ മേൽ വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികളെ നാം മുന്നേറുന്നവരായിത്തീരുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വാഹനം വന്ന് കിടക്കുകയാണ്. സ്തോത്രം. ഞാൻ അവിടേക്ക് ചെന്നു. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, അച്ഛാ കൊണ്ടൊന്നും പോകണ്ട. പക്ഷെ എന്താ അവിടെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ അവിടെ ചെന്നപ്പോൾ സ്തോത്രം ഒരു വീടിൻ്റെ അകത്ത് അണ്ടർഗ്രൗണ്ടിലേക്ക് ഒരു ചെറുപ്പക്കാരനെ കെട്ടിക്കൊണ്ടുവന്നിട്ട് ബന്ധിച്ച് എൻ്റെ അടിയിൽ ഇട്ടിരിക്കുകയാണ്. സ്തോത്രം. ഈ വ്യക്തികളെല്ലാം ലഹരിക്ക് അടിമയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈ ദേശത്ത് അനേക വിധത്തിലുള്ള ലഹരിക്കടിയമായ അനേക കുടുംബങ്ങളുണ്ട്. സ്തോത്രം. അനേക മലയാളികളുണ്ട്. സ്തോത്രം. വിവിധ ഭാഷക്കാരുണ്ട്. സ്തോത്രം. അന്ന് മുതൽ ഞാൻ ഈ ദേശത്തോട് നടന്ന് പ്രാർത്ഥിച്ച ഒരു വിഷയമുണ്ട്. ഞാനും കുഞ്ഞും കൂടെ ഈ ഹോളിന് ചുറ്റും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. സ്തോത്രം. ഞാൻ ആ പള്ളി കണ്ടപ്പോഴൊക്കെ ഞാൻ ഈ കർത്താവേ, അത് അടഞ്ഞു കിടക്കുന്ന പള്ളി, സ്തോത്രം, ഹല്ലേലൂയ, ആരാധിക്കാൻ വേണ്ടി വേർതിരിക്കപ്പെടുകയാണെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അനേക ഈ ദേശത്തുള്ള അനേക ജാതിമത ഭേദമന്യേ സ്തോത്രം ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടി കടന്നു വരുമല്ലോ. സ്തോത്രം. ഞാൻ ഒരിക്കലും ഒരു ചർച്ചിന്റെ പാസ്റ്ററാകാനോ ഒരു ചർച്ച ഉണ്ടാക്കാനോ ഒരു താല്പര്യം എൻ്റെ മനസ്സിൽ വ്യക്തിപരമായിട്ട് ഉണ്ടായിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഒരു സുവിശേഷകന്റെ ഒരു മനസ്സ് മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അനേകരെ നശിച്ചുകൊണ്ടിരിക്കുന്ന ജനതയെ നേടുക എന്ന് മാത്രമാണ്. വിവിധ ഭാഷക്കാരെ, ജാതിമത ഭേദമന്യേ
അനേകരെ നേടുവാൻ വേണ്ടി ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ദൗത്യം പ്രയോഗിക്കേണ്ട പ്രായോഗിക തലമായി നമ്മുടെ മുൻപിലെ അവസരം വേണ്ട വിധത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന സമയത്ത് കർത്താവിന് വേണ്ടി പ്രയോജനമായി തീരുക, ഫലം കായ്ക്കുക. സ്വന്തം വിലകൾക്ക് വേണ്ടിയല്ല, ദേവദാസൻ ഓർപ്പിച്ച പോലെ സ്വന്തം. അതുകൊണ്ട് ഈ ദേശത്ത് അനേക കുടുംബങ്ങളുണ്ട്, നശിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. സ്വന്തം കടഭാരത്താൽ കുടുംബങ്ങൾ തകർന്ന് മലയാളി കുടുംബങ്ങൾ സ്വന്തം അനേകം വ്യക്തികളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. സ്വന്തം ഹല്ലേലൂയ. ഭവനങ്ങൾ ഭാര്യ ഭർത്താവ് ബന്ധപ്പെട്ട് ഡൈവേഴ്സ് ചെയ്ത് നിൽക്കുന്ന കുഞ്ഞുങ്ങൾ മറ്റൊരു ഭവനങ്ങളിൽ ജീവിക്കുന്നവരൊക്കെ ഉണ്ട്. മലയാളി ഭവനങ്ങൾ ഈ ദേശത്ത് അനേകരുണ്ട്. സ്വന്തം അവരോടൊക്കെ വ്യക്തിപരമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. സ്വന്തം അവരുള്ളത്തിൽ യേശുവിനെ കൊടുത്തു കഴിഞ്ഞാൽ, യഥാർത്ഥ സത്യവചനം സത്യ ഉപദേശം കൊടുത്തു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ഒരുവൻ ക്രിസ്തുവിലായി പഴയതെല്ലാം കഴിഞ്ഞ് പുതിയ സൃഷ്ടിയാകുമല്ലോ. അതിനുവേണ്ടി നാളുകളായി ഞങ്ങൾ പ്രാർത്ഥിച്ച ഒരു വിഷയമായ ഈ ദേശത്ത് ഒരു ഫെലോഷിപ്പ്, ഒരു നല്ലൊരു ഫെലോഷിപ്പ് വേണം. സ്വന്തം സഭാ വ്യത്യാസമെന്നെ വി ആർ വൺ ഇൻ ക്രൈസ്റ്റ് എന്ന ഒരു ചിന്തയോടുകൂടി സ്വന്തം ഹല്ലേലൂയ, ആ ഒരു ചിന്തയോടുകൂടിയാണ് ഞാൻ ഈ ദേശത്ത് കുറെ നാൾ പ്രാർത്ഥിച്ചത്. അങ്ങനെ ജോഷി പാസ്റ്ററോട് ഇത് പറഞ്ഞപ്പോൾ തന്നെ സ്വന്തം ഹല്ലേലൂയ, തന്റെ ദാസനാണ് ഈ ഒരു മീറ്റിംഗിന് വേണ്ടി വളരെ വേഗത്തിൽ മുൻകൈ എടുത്തത്. ദാസനോട് പ്രത്യേകം നന്ദി അറിയിക്കും. ഞാൻ പോലും ഒന്നും പറഞ്ഞില്ല. ഞാൻ ആ സമയത്തൊക്കെ പറഞ്ഞു, ഞാൻ ദേവദാസന്റെ ഭാഷയിൽ ഞാനൊരു ഉണക്ക വടിയാണ്, സ്വന്തം എന്നെ കൊണ്ട് ഒന്നും പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെങ്കിൽ ഹല്ലേലൂയ, ഇതിന്റെ പിൻപിൽ ഇത്രയും ജനം, ഹല്ലേലൂയ, എല്ലാ കാര്യങ്ങളും ഒരു ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ഒരു ഉത്തരവാദിത്വം എടുത്തിട്ടില്ല ഈ ഒരു മീറ്റിംഗിന് വേണ്ടി. സ്വന്തം ഇതിന്റെ പിൻപിൽ പ്രവർത്തിച്ചത് ദൈവത്തിന്റെ കരമാണ്, ദൈവമക്കളാണ്, ദൈവദാസനും ആ സഭയുമാണ്. അവരോടുള്ള പ്രത്യേക നന്ദി സ്നേഹം അറിയിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്. ഇല്ല, ആമേൻ. കുഞ്ഞിവിടെ ഉണ്ട്, മോള് മുന്നോട്ട് വന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാനായി പോവുകയാണ്. ഒരു സന്ദേശം ദൈവത്തിന്റെ ഉള്ളിൽ തന്ന, കഴിഞ്ഞ സൺഡേ ഞങ്ങൾ ചിന്തിച്ച ഒരു സന്ദേശം ഇതാണ്: ഇസ്രായേൽ മക്കൾ മിഥ്യാന്യരുടെ അടിമത്തത്തിൽ കിടക്കുക. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. ഇസ്രായേൽ മക്കൾ മിഥ്യാന്യ അടിമത്തത്തിൽ കിടക്കുകയാണ്. ഇസ്രായേൽ മക്കൾ ഗുഹകളിലും പാറമടകളിലും പാർക്കുക. ഈ സമയത്ത് ശിംശോൻ എന്ത് ചെയ്യാന്നറിയാമോ? ഗിദെയോൻ എന്ത് ചെയ്യാന്നറിയാമോ? ഇസ്രായേൽ മക്കളുടെ ഗോതമ്പ് മിഥ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് അവൻ മുന്തിരിച്ചക്കിനരികിൽ ഇരിക്കുക. ഈ സമയത്ത് ദൈവത്തിന്റെ ദൂതൻ ചെന്നിട്ട് അവനെ വിളിക്കുന്ന ഒരു വിളിയുണ്ട്: പരാക്രമശാലിയെ. ഇങ്ങനെ ഈ വിളിക്കുമ്പോ തന്നെ ദൈവം അവൻ ചോദിക്കുകയാണ്, ഇങ്ങനൊരു ദൈവം ഞങ്ങളോട് കൂട്ടനായി നിന്നുകൊണ്ട് ദേശത്തിലെ മിഥ്യാന്യ ശക്തികളെ തോൽപ്പിക്കാൻ ഞാൻ നിന്നെ ഉപയോഗിക്കും. എന്നിട്ട് താഴേക്കുള്ള അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: നായ നക്കി കുടിക്കുന്നത് പോലെ നക്കി കുടിച്ച 300 പേരെ കൊണ്ട് അന്നത്തെ കാലത്ത് വൻ ശക്തിയായ മിഥ്യാന്യരെ തോൽപ്പിക്കാൻ ആ മനുഷ്യനെയും ഇസ്രായേൽ ജനത്തെയും ദൈവം ഉപയോഗിച്ചു. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് ആവശ്യം ദർശനമുള്ളവരെയാണ്, കാഴ്ചപ്പാടുള്ളവരെയാണ്, വെളിപ്പാടുള്ളവരെയാണ്. അനേക ദേശത്തുള്ളപ്പോൾ നമുക്ക് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട്, നമ്മുടെ മിഷൻ ഇവിടെ പറഞ്ഞു, വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട്, സുവിശേഷീകരണത്തിന്റെ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മെ ഉപയോഗിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധി എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട ഇലകളുടെ തിളക്കത്തിന്റെ പുറകിൽ പോകാനല്ല, ഫലത്തിന്റെ നിറവിലേക്ക് വരാൻ ദൈവം തന്നവരാണ്. അതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചു. അമേൻ. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു വന്ന ഭാഗമാണ്. പിന്നെ നമ്മൾ സംഖ്യാപുസ്തകത്തിലേക്ക് പോയി. അമേൻ, അമേൻ. ലോകത്തിന്റെ മുമ്പിൽ പ്രൗഢിയോടെ നിൽക്കുന്ന, ലോകം ശ്രേഷ്ഠത എന്ന് പറയുന്ന ഒരത്തിയെ ഒറ്റ ദിവസം കൊണ്ടല്ല, ചില മണിക്കൂർ കൊണ്ട് ദൈവം ഉണക്കി കളഞ്ഞപ്പോൾ ആർക്കും വേണ്ടെന്ന് പറഞ്ഞ കൊണ്ടു നടക്കുന്ന അഹരോന് പോലും ഉണക്കവടി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ഒരു സാധാരണ വടിയെ ദൈവ സാന്നിധ്യത്തിൽ കൊണ്ടുപോയി തളർപ്പിച്ചു ബദാമിന്റെ ഫലത്തെ ഉണ്ടാക്കി. അപ്പോൾ ലോകത്തിലുള്ള ശ്രേഷ്ഠതയുള്ള ചില വൻമരങ്ങളെ എന്റെ ദൈവം വെട്ടിമാറ്റുമ്പോൾ ആർക്കും വേണ്ടാത്ത റിജക്ട് ചെയ്യപ്പെട്ട ചിലതിനെ ദൈവ സാന്നിധ്യത്തിൽ സെലക്ട് ചെയ്യുന്നത്
ആമേൻ.